മിഥില ബാലൻ നമുക്കൊപ്പം ചേരുകയാണ്. പറഞ്ഞു വരുന്ന പാതിവര തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയെക്കുറിച്ചാണ്. കോഴിക്കോട് ഫറോക്കിലും കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള ഗ്രാമ നിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിൽ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെ പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട്. 6.5 കോടി രൂപ തട്ടിപ്പ് നടത്തി എന്നതാണ് പരാതി. മിഥില ബാലനാണ് ചേരുന്നത് വിവരങ്ങളുമായി. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില, വിമാനം പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ മിഥില? അതുകൊണ്ട് അതെ, ഞങ്ങളുടെ ചോദ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. മിഥില, അപ്പൊ മിഥില, ഈ പരാതികളുടെ പ്രളയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫറോക്കിൽ എന്താണ് സംഭവിച്ചത്? 6.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് പരാതിക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരുടെ പരാതികൾ എന്തൊക്കെയാണ്? ഏത് രീതിയിലാണ് ഈ നിയമ നടപടിയിലേക്ക് അവർ കൂടെ സഹകരിക്കുന്നത്? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി പ്രളയമാണ്. നിലവിൽ ഇപ്പോൾ 8ാമത്തെ കേസാണ് ഇതും കൂടി ചേർത്ത് കോഴിക്കോട് ജില്ലയിൽ എടുത്തിട്ടുള്ളത്. നടക്കാവ് സ്റ്റേഷനിൽ 2, താമരശ്ശേരിയിൽ 1, ഒപ്പം തന്നെ ബാലുശ്ശേരിയിൽ 4, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫറോക്ക് പോലീസ് സ്റ്റേഷനിലും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസ് എന്നത് മൊത്തം 6.32 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് ഈ ഒരു കേസിൽ പരാതിയുള്ളത്. കേരള ഗ്രാമ നിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്നും ലാപ്ടോപ്പും മറ്റു വീട്ടുപകരണങ്ങളും നൽകാമെന്നും പറഞ്ഞു. നേരത്തെയുള്ള കേസുകളെ പോലെ തന്നെ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് ഫറോക്കിലും നടന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലും പരാതി ഇപ്പോഴും വിവിധ സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യതയുള്ളത്. സ്മിത, പ്രവിത.